വർഷക്കാലം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് അനുവിനെ ഹരി വിവാഹം കഴിക്കുന്നത്. വീട്ടുകാർക്കിടയിലും വളരെയധികം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു വിവാഹമായിരുന്നു. എന്നാൽ എല്ലാവരെയും എതിർത്തുകൊണ്ടായിരുന്നു ജീവിതത്തിലേക്ക് രണ്ടുപേരും എത്തിയത്. അനുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നറിഞ്ഞതോടെ അവൻ്റെ വീട്ടുകാർക്ക് അവളോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൾക്ക് ആശ്വാസമായിരുന്നത് അവൻ്റെ സ്നേഹമായിരുന്നു. ഇതിനിടയിൽ അനുവിൻ്റെ വീട്ടുകാർ പിണക്കം മറന്ന് ഇരുവരും നല്ല ബന്ധത്തിലെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അനുവിൻ്റെ അനുജത്തിയായ അമൃത ഇവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുവാനായി എത്തുന്നത്. വീട്ടുകാരുമായുള്ള ബന്ധം ഉറപ്പിക്കാൻ ഇതാണ് ഏറ്റവും മികച്ച മാർഗമെന്ന് മനസ്സിലാക്കിയ അനു സന്തോഷപൂർവ്വം അനുജത്തിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പക്ഷേ അത് തൻ്റെ ജീവിതം തന്നെ തകർക്കാൻ കാരണമാകുമെന്ന് അവളും അറിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിലായിരുന്നു അനുവിൻ്റെ ജോലി. നഴ്സാണ്. ഹരിക്ക് ബിസിനസ്. ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോയിരുന്നു. കിട്ടുന്ന കാശൊക്കെ മീതിയാണ്. ചിലവാക്കാൻ കുട്ടികൾ പോലുമില്ല. അത് മനസ്സിലാക്കിയ അമൃത വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടുജോലികളിലൊക്കെ അമൃത അവളെ സഹായിക്കാൻ വരുമ്പോൾ പഠിക്കുവാനായി അവളെ പറഞ്ഞു വിട്ടു അനു. അനുവിൻ്റെ കണ്ണാകട്ടെ ഹരിയുടെ മേലെയായിരുന്നു. സൗന്ദര്യം നിറഞ്ഞ ഹരിയെ അവൾക്ക് ആദ്യം മുതൽ തന്നെ ഇഷ്ടമായിരുന്നു. കയ്യിൽ ഇഷ്ടം പോലെ പണവും ഉണ്ട്. ആ ഒരു ചിന്ത മാത്രമായിരുന്നു അനുവിൻ്റെ മനസ്സിൽ. പലപ്പോഴും അമൃത കോളേജിൽ നിന്നും വരുമ്പോൾ ഹരി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അനു എപ്പോഴും താമസിച്ചാണ് വരാറുള്ളത്. മനഃപൂർവ്വം ഹരിയുമായി അടുക്കുവാനുള്ള അവസരങ്ങൾ അമൃത സൃഷ്ടിച്ചു. അവൻ്റെ കയ്യിലെ പണം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഒരിക്കൽ ഹരി വന്നപ്പോൾ ചായ ഇട്ടുകൊടുത്തത് അമൃതയാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു പരിചയവും ഉണ്ടായി. ഒരു ചേട്ടൻ എന്നതിലുപരി അവനുമായി എന്തും തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു ബന്ധമുണ്ടായി. ഇരുവരും പലപ്പോഴും പരസ്പരം തമാശകൾ പറയുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ അനുവിനും സന്തോഷമാണ്. എന്നാൽ ഒരു ദിവസം അല്പം നേരത്തെ എത്തിയ അനു കാണുന്നത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. പൂർണ്ണ നഗ്നരായി തങ്ങളുടെ ബെഡ്റൂമിൽ കെട്ടിമറിയുന്ന സ്വന്തം ഭർത്താവും അനുജത്തിയും. തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് ആസക്തിയോടെ പടർന്നു കയറാൻ തയ്യാറെടുക്കുന്ന കൂടെപ്പിറപ്പ്. ആ കാഴ്ച ഒരു നിമിഷം അവളുടെ കണ്ണുകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. അവൾക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. കുട്ടികളില്ലാത്ത കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന ഹരി തൻ്റെ സഹോദരിയുമായി മോശമായ തരത്തിൽ. ചേച്ചി ഇതറിഞ്ഞാലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടേട്ടാ. കാമകേളികൾക്ക് ശേഷം അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകിടന്ന് അവൾ പറഞ്ഞു. നിന്റെ ചേച്ചി ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാൽ എന്തു ചെയ്യാനാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറയും. 2 ഭാര്യമാരുണ്ടാകുന്നത് ഒരു കുറ്റമൊന്നും അല്ലല്ലോ. അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ചേച്ചി ചതിക്കുകയാണല്ലോ. പക്ഷേ ഏട്ടനോടുള്ള ഇഷ്ടം. അവളൊന്ന് നിർത്തി. എനിക്കും ആദ്യമൊക്കെ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കാത്ത അവളെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവളോട് ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷേ നിന്നോട് എപ്പോഴൊക്കെയോ അടുത്തുപോയി. അവളെ ഉപേക്ഷിക്കണമെന്ന് ഇപ്പോഴുമില്ല. നിന്നെ ഉപേക്ഷിക്കില്ല. 2 പേരും ഒപ്പം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം, അവൻ പറഞ്ഞു. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്നാണ് അനു ആഗ്രഹിച്ചത്. അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശേഷം കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും തമ്മിൽ പുണർന്നു കിടന്നവർ അകന്നു മാറിയിരുന്നു. ചേച്ചി വന്നതാണെന്ന് തോന്നുന്നു, അമൃത പറഞ്ഞപ്പോൾ ഹരിയുടെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞിരുന്നു. കയറി വന്ന അനു 2 പേരോടും പ്രത്യേകിച്ചൊന്നും പറയാതെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. വൈകുന്നേരം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അമൃത വന്ന് വിളിച്ചപ്പോൾ അവൾ മറുപടി ഒന്നും പറയാതെ എഴുന്നേറ്റ് ചെന്നു. അപ്പോഴേക്കും ഹരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. പണ്ടൊക്കെ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും താൻ കൂടി വന്നതിന് ശേഷം മാത്രമേ ഹരി ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. അന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ തന്നോട് പറഞ്ഞു. ഇപ്പോൾ ഹരിയേട്ടൻ്റെ മനസ്സിൽ തനിക്കൊപ്പം തൻ്റെ അനുജത്തെ കൂടെ ഉറങ്ങണമെന്ന ചിന്തയാണ്. ഇതിനോടകം തന്നെ അവളെ എല്ലാ അർത്ഥത്തിലും ഹരിയേട്ടൻ അറിയുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് പോയിരുന്നു. ഉറങ്ങുന്നത് പോലെ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അരികിൽ ഹരി ഇല്ല എന്ന് മനസ്സിലാക്കിയത്. എന്ത് സംഭവിച്ചു എന്നറിയുവാൻ വേണ്ടി അവൾ പതിയെ അമൃതയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു. അല്ലെങ്കിലും ഇനിയിപ്പോൾ അവനെ നോക്കേണ്ടത് അവിടെയാണല്ലോ. അമൃതയുടെ കരച്ചിൽ ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ ചെവിയോർത്തു. ഇനി ഞാൻ എന്ത് ചെയ്യും ഹരിയേട്ടാ? പ്രഗ്നൻസി കാർഡിൽ 2 വരെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ വീട്ടിൽ എന്തു പറയും? അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കേട്ടതും ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയിരുന്നു അനുവിന്. ഇനിയും ഒരു വിഡ്ഢിയായി താൻ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. അപ്പോൾ തൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഇരുന്നത്. ഹരിയേട്ടൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ്. അത് അവളിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഇനിയൊരു വിഡ്ഢിയായി താൻ തുടരുന്നതിന് എന്താണ് അർത്ഥം? നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കാമോ? എന്തു വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല. എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളർത്തുക തന്നെ ചെയ്യും. നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ചേച്ചിയോ? ചേച്ചിയോട് എന്തു പറയും?
എന്താണെങ്കിലും അവളും അറിയണ്ടേ, ഞാൻ അവളെ ഉപേക്ഷിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ നമുക്കിടയിൽ വേണ്ട എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. പക്ഷേ നമുക്കിടയിൽ ചേച്ചി ഉണ്ടെങ്കിലും പരിഗണന എനിക്കാവണം. എൻ്റെ കുഞ്ഞ് നിന്നിൽ വളരുമ്പോൾ അതങ്ങനെയല്ലേ ഉണ്ടാവൂ. പക്ഷെ അവളെ ഉപേക്ഷിച്ച് കളയാനൊന്നും എനിക്ക് പറ്റില്ല. അവളിവിടെ എൻ്റെ ഭാര്യയായി നിന്നോട്ടെ. അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടിയിരുന്നു. ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ അനു യാന്ത്രികമായി നടന്നു. ശേഷം അടുക്കള വാതിൽ തുറന്ന് പിന്നാമ്പുറത്ത് കിണറിനരികിലേക്ക് ചെന്നു. കിണറിന് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ ശരീരത്തിന് ഒട്ടും തന്നെ ഭാരമില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു തൂവൽ പോലെ കിണറിനടിയിലേക്ക് പറന്നുപോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.